30 days, just 15 minutes എക്സസൈസ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ. ആകെ വേണ്ടത് കൺസിസ്റ്റൻസി മാത്രം. ഇന്ന് ഡേ 1. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ സ്പീഡൊന്നും വേണ്ട, നമുക്ക് സ്ലോ ആയിട്ട് വാമപ്പ് ചെയ്യാൻ തുടങ്ങും. പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ശരീരം പറയുന്നത് കേൾക്കാം, അന്നേരം നമുക്ക് നമ്മൾ സ്ലോ ആയിട്ട് വാമപ്പ് ചെയ്തിട്ട് ഏതൊരു എക്സസൈസ് തുടങ്ങും. സ്റ്റാൻഡിങ് നീ ടാപ്പ് ടു എൽബോ. അപ്പം ജസ്റ്റ് നമ്മൾ കൈ ഇങ്ങനെ മേൽപോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാൻഡിങ് നീ ടാപ്പ് സ്ലോ ആയിട്ട് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു വാമപ്പാണ് ഫോർ അബൌട്ട് 30 സെക്കൻഡ്. സിമ്പിളായിട്ട് 1 2. സെക്കൻഡ് എക്സസൈസ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡിങ് ലാറ്ററൽ ലെഗ് റേസസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേബിൾ, ഒരു ചെയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈയൊന്ന് വെക്കാൻ സപ്പോർട്ട് ചെയ്യും. അതില്ലെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് 1 2. ശരി, റൈറ്റ് സൈഡ് പിച്ച് ആസ് നോട്ട് സ്ട്രെയിറ്റ് ആസ് possible, സ്ട്രെയിറ്റ് ആയിട്ട്. ഓക്കെ, ആൻഡ് അവിടെ തന്നെ നോക്കണം, ലെഗ് കൂടി കാണാതെ തന്നെ ടച്ച് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ വാമപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് മെയിൻ സെറ്റിലേക്ക് കണ്ടാം. നമ്മുടെ ബോഡി ഒരുവിധം വാമപ്പായി. നമുക്കൊരു ന്യൂട്രൽ സ്ക്വാട്ട് ചെയ്യാം, ഫുൾ സ്ക്വാട്ട്. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് നമ്മൾ ഹിപ്പ് വിത്ത് പാർട്ട് കാല് വെക്കുക, വി ഷേപ്പ്. കാല് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം കൈ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, ഷോൾഡർ നോർമൽ. ആൻഡ് സിറ്റ് കംപ്ലീറ്റ് 1. ഇതിൽ നമ്മൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്പൈൻ ഷുഡ് ബി ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് വെച്ചാൽ നമ്മൾ നേരെ നിൽക്കുന്ന ഒരു നോർമൽ പൊസിഷൻ. ഈ ഒരു പൊസിഷൻ നമ്മൾ ന്യൂട്രലായിട്ട് നിൽക്കണം. ഓക്കെ, ഇരിക്കുമ്പോഴായാലും ഈ ഒരു പൊസിഷനിൽ കാല് പുറത്തേക്ക് കൊണ്ടുപോകാം. ഇങ്ങനെ ടയർ ഔട്ട് ചെയ്തിട്ട് നിൽക്കാം, ഫുൾ സ്ക്വാട്ട്. ഇത് ന്യൂട്രൽ പൊസിഷൻ, സ്ട്രെയിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് ആയിട്ട് നമ്മൾ ഗ്ലൂട്ട് ബ്രിഡ്ജ്. സിമ്പിൾ, ഒരു ചെറിയൊരു വേരിയേഷൻ ഓഫ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മൾ റിലാക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, നീസ് ക്ലോസ് ടു ബോഡി. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഗ്ലൂട്ടിനെ ലിഫ്റ്റ് ചെയ്യുക. 1. ലെഗ്സ് അബ്ഡക്റ്റ് ചെയ്യുക, ലെഗ്സ് വൈഡ് ആക്കുക. സെയിം പൊസിഷനിൽ സ്ലോലി കോൺട്രാക്ട്, പതുക്കെ താഴെ. ഓക്കെ, അപ്പോൾ മൊത്തം സ്ലോ ആയിരിക്കണം. ഓക്കെ, ഞാനോട് പോവാം. 1 2 3 4. സ്ലോ ഹൈ നീസ്. ഫാസ്റ്റായിട്ട് ചെയ്യണ്ട, ജസ്റ്റ് നമ്മൾ സ്ലോ ബിഗിനറായിട്ട് പ്രോഗ്രസ് ചെയ്യാണ്. അപ്പോൾ സ്ലോ ആയിട്ട് ഹൈ നീസ് ചെയ്യാം. ചെയ്യണം. ഹാൻഡ് ഈ ഒരു പൊസിഷനിൽ വെക്കുക, നമ്മുടെ ചെസ്റ്റ് ലെവലിൽ. 1 2. നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ലെഗ് ടോസിൽ ലാൻഡായിട്ട് ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് വരുന്ന പോലെ തോന്നും, ഈസി ആയിട്ട്. ഓക്കെ, 1. ഈ ടൈമിങ് നമ്മൾ റെഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഫാസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ 1 4 ടൈറ്റ്, എന്നിട്ട് ജസ്റ്റ് ലെഗ് മാത്രം. ഇതായിട്ട് നമുക്ക് സ്റ്റാറ്റിക് ലഞ്ചസ് ചെയ്യാം. അപ്പോൾ ഹിപ്പ് വിഡ്ത്ത് സ്റ്റാൻസ് ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കുക. എന്നിട്ട് കാല് ഫോർവേഡ്. 1 2 3 4
Same. ലെഗ് സ്വിച്ച് ചെയ്യാം. നമുക്ക് ലെഫ്റ്റ് ചെയ്യാം. മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വെയിറ്റ് പരമാവധി ഫ്രണ്ട് ലെഗിലേക്ക് കൊണ്ടുപോകാം. എന്ന് വെച്ചാൽ സ്റ്റാൻഡ് ഫോർവേഡ്. ഈ ലെഗിലാണ് നമ്മൾ പരമാവധി ഇരിക്കേണ്ടത്. ലെഗ് റേസ് നമ്മൾ സൈഡ് പ്ലാങ്ക് പൊസിഷനിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് എക്സസൈസ്. അപ്പോൾ ഇത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ ഹാൻഡ് പ്ലാങ്കിൽ ചെയ്യാവുന്നതാണ്. ബട്ട് അതിനൊരു പ്രോഗ്രഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബേസിക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ 2 കൈയും എടുത്ത് വെക്കും. ഓക്കെ, ഇങ്ങനെയും ചെയ്യാം. ബട്ട് നമ്മൾ ഈ ഒരു വേരിയേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു കൈ കുറച്ച് മുമ്പോട്ടും ഒരു കൈ കുറച്ച് ബാക്കോട്ടും. ഓക്കെ, ഈ ഒരു പൊസിഷൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. ലെഗ് ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്ലാറ്റ്. ഓക്കെ, ഹിപ്പ് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ട് വെക്കുന്നു. എന്നിട്ട് ലെഗ് 1 2 3 4 5. ഈ ഒരു പൊസിഷൻ ഇൻടാക്ട്. ബോഡി ടൈറ്റ്. നമ്മൾ ഒബ്ലിക്സ് ടൈറ്റ് ആക്കുക. ടൈറ്റ് ആക്കിയതിന് ശേഷം ബ്രീതിങ് ആൻഡ് ദെൻ സ്ട്രെച്ച്. ലെഗ് റേസ് ചെയ്യുക. ഓക്കെ, റിലാക്സ്. അഗൈൻ ബ്രീതിങ്. അപ്പോൾ നമ്മുടെ മെയിൻ എക്സസൈസ് റൂട്ടീൻ കഴിഞ്ഞു. ഇനി നമ്മുടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യമാണ് സ്ട്രെച്ചിങ്. ഏതൊരു എക്സസൈസ് ചെയ്താലും നമ്മൾ സ്ട്രെച്ചിങ്ങും കൂൾ ഡൗൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്ട്രെച്ചിങ് ഓരോ സ്ട്രെച്ചിങ് റൂട്ടീനും 30 സെക്കൻഡ്സ് മിനിമം ഹോൾഡ് ചെയ്യണം പൊസിഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ഹിപ്പ് ഫ്ലെക്സസ് മുതൽ നമ്മുടെ ക്വാഡ്രിസെപ്സ് മൊത്തം എല്ലാ മസിൽസിനും നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് വേണ്ടി ഹോൾഡ് ചെയ്തോളൂ. വേണമെങ്കിൽ ജസ്റ്റ് നമ്മൾ നിൽക്കുന്നു, ബാക്കോട്ടേക്ക് പുൾ ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് സ്ട്രെച്ച് ഫീൽ ആവണം, ഇവിടെ സ്ട്രെച്ച് ഫീൽ ആവണം. ഓക്കെ, 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യണം ഈ പൊസിഷൻ. സെയിം നമ്മൾ റൈറ്റിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഫ്രോഗ് സ്ട്രെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഇതും ജസ്റ്റ് നമ്മൾ 30 സെക്കൻഡ്സ് നമുക്ക് ഹോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റാവുന്ന പൊസിഷനിൽ ഹോൾഡ് ചെയ്താൽ മതി. പ്രോഗ്രഷനായിട്ട് മെല്ലെ മെല്ലെ നിങ്ങൾ കൂടുതൽ സ്ട്രെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന പൊസിഷൻ നിങ്ങൾ ഇരിക്കുക ഈ ഒരു പൊസിഷൻ. ഓക്കെ, മേ ബി മൊത്തം ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൊത്തം ഡൗൺ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും പൊന്തിയാലും മതി. ഓക്കെ, പരമാവധി മുമ്പിലേക്ക് പോവുക. ഓക്കെ, സ്ട്രെച്ച് ഫോർവേഡ്. ഈ ഒരു പൊസിഷനിൽ നമ്മൾ 30 സെക്കൻഡ്സ് നമ്മൾ ഹോൾഡ് ചെയ്യണം. എക്സസൈസ് വാമപ്പ്, മെയിൻ എക്സസൈസ്, മെയിൻ സെറ്റ്, പിന്നെ ലാസ്റ്റായിട്ട് നമ്മുടെ സ്ട്രെച്ചിങ് എല്ലാം കഴിയും. ജസ്റ്റ് ഒരു സിമ്പിൾ കൂൾ ഡൗൺ. ഓക്കെ, സിമ്പിൾ കൂൾ ഡൗൺ നമുക്ക് ഇങ്ങനെ ഇരിക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ബ്രീത്ത് ഇൻ
breathe out. ഒരു 10 counts. Okay. റിലാക്സ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ പൊസിഷൻ. അപ്പം ഇത് ഡേ 1 ആണ്. അപ്പം ഡേ 30 വരെ വരെയിൽ എല്ലാ വീഡിയോസും വരുന്നതാണ്. ഫൈറ്ററിൻ്റെ ഈ 30-day വർക്കൗട്ട് ചാലഞ്ച് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇതിൻ്റെ പ്രോഗ്രഷൻസും ട്രൈ ചെയ്യാവുന്നതാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇങ്ങനത്തെ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനത്തിന് വേണ്ടിയിട്ട് പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫൈറ്റർ. ദാറ്റ് വിൽ ബി മൈ മോട്ടിവേഷൻ. താങ്ക് യു.